ശ്രീജ രവി സിനിമാ പ്രേമികൾക്ക് ഏറെ പരിചിതമായ ശബ്ദം. മലയാള സിനിമയിൽ 125-ലേറെ നായികമാർക്ക് ശബ്ദം നൽകിയ തൻ്റെ കഴിവ് തെളിയിച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ് അവർ. ശാലിനി, മാധു, ചാർമള, സുനിത, നയൻതാര, കാവ്യ മാധവൻ തുടങ്ങി നിരവധി നായികമാരുടെ ശബ്ദമാണ് ശ്രീജ. 1983 ഭരതൻ സംവിധാനം ചെയ്ത കാറ്റത്തെ കിളിക്കൂട് എന്ന സിനിമയിലൂടെയാണ് ശ്രീജയുടെ ശബ്ദം നായികയുടേതായി വരുന്നത്. പിന്നീട് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും മികവ് തെളിയിക്കാൻ ശ്രീജയ്ക്ക് സാധിച്ചു. ഇപ്പോൾ സ്റ്റാർ ആൻഡ് സ്റ്റൈലിന് നൽകിയ അഭിമുഖത്തിൽ അന്യഭാഷ നായികമാർക്ക് ഡബ്ബ് ചെയ്യുമ്പോഴുള്ള പ്രയാസത്തെക്കുറിച്ചും ഒരിക്കൽ മമ്മൂട്ടി തന്നെ അഭിനന്ദിച്ചതിനെക്കുറിച്ചും പറയുകയാണ് അവർ. അന്യഭാഷ താരങ്ങൾക്ക് ഡബ്ബ് ചെയ്യാനാണ് കൂടുതൽ പ്രയാസമെന്നും അവർക്ക് നമ്മുടെ ഭാഷ സുപരിചിതമല്ലെന്നും ശ്രീജ പറയുന്നു. അതുകൊണ്ട് ലിപ്പ് സിങ്ക് പ്രശ്നമാകുമെന്നും ഡബ്ബിങ് കറക്റ്റാക്കാനൊക്കെ കുറച്ച് സമയമെടുക്കുമെന്നും അവർ പറഞ്ഞു. ഹരികൃഷ്ണൻസ് സിനിമയിൽ ജൂഹി ചവളയ്ക്ക് വേണ്ടി, ബലറാം വേഴ്സസ് താരാദാസ് സിനിമയിൽ കത്രീന കൈഫിനു വേണ്ടിയും, നോട്ട്ബുക്ക് എന്ന പടത്തിൽ റോമയ്ക്ക് വേണ്ടിയും ശബ്ദം നൽകിയത് ശ്രീജ തന്നെയാണ്. ആ സമയത്ത് ബുദ്ധിമുട്ടുകളെക്കുറിച്ചല്ല താൻ ചിന്തിക്കാറുള്ളത് എന്നും എങ്ങനെ നന്നായി ചെയ്യണമെന്ന് ചിന്തിക്കാറുള്ളതെന്നും അവർ പറഞ്ഞു. ഒപ്പം ബലറാം വേഴ്സസ് താരാദാസ് സിനിമയുടെ സമയത്ത് നടന്ന കാര്യങ്ങൾ തനിക്കിപ്പോഴും ഓർമ്മയുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. അന്ന് കത്രീനയ്ക്ക് ശബ്ദം നൽകി പുറത്തിറങ്ങുമ്പോൾ മമ്മൂക്കായെ കണ്ടു. ഞാനാണോ ആ കുട്ടിക്ക് ശബ്ദം നൽകിയത് എന്ന് മമ്മൂക്ക ചോദിച്ചു. വഴക്കു പറയാൻ വേണ്ടിയാണോ എന്ന് കരുതി ഞാനാകെ പേടിച്ചുപോയി. വളരെ നന്നായിട്ട് ഞാൻ ഡബ്ബ് ചെയ്തുവെന്ന് മമ്മൂക്ക പറഞ്ഞു. ആ കുട്ടിയോട് ഇപ്പോൾ എല്ലാവർക്കും ഒരിഷ്ടം തോന്നുമെന്നും അദ്ദേഹം പറഞ്ഞു. എനിക്കൊരുപാട് സന്തോഷം നൽകിയ കാര്യമായിരുന്നു അത്, ശ്രീജ രവി പറഞ്ഞു.